ഹായ്, വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. പ്ലേ ഓഫ് മാച്ചസിലെ ഫസ്റ്റ് മാച്ചാണ്. സോ ക്വാളിഫയർ ഓൺ മാച്ചാണ്. ഈ മാച്ചിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ മാച്ചിൽ ജയിക്കുന്നവർ ഡയറക്റ്റായിട്ട് ഫൈനൽസിലേക്ക് സെലക്ട് ആവും. എന്നാൽ തോൽക്കുന്നവർ ക്വാളിഫയർ 2ലേക്ക് കടക്കുകയും ചെയ്യും. സോ ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ അല്ല. രണ്ടുപേരും വളരെ ശക്തരായ ടീം തന്നെയാണ്. അതെന്നാൽ അവർക്ക് വളരെ ഫ്രീ ആയി തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു മാച്ചും കൂടിയാണ്. സോ ഇന്നത്തെ വെന്യൂ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്, ഗുജറാത്ത്. 7:30ക്കാണ് മാച്ച് നടക്കുന്നത്. സോ മാച്ചിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൻ്റെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി പിച്ചാണ്. സോ ബാറ്റ്സ്മാൻമാർ മാക്സിമം എൻജോയ് ചെയ്യുന്നൊരു പിച്ചാണ്. എന്നാൽ പേസേഴ്സിനെയും അനുകൂലമായിട്ടുള്ളൊരു പിച്ച് തന്നെയാണ്. എന്നാൽ വിക്കറ്റുകൾ വീഴുന്ന വളരെ കുറവ് തന്നെയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഹൈ സ്കോറിംഗ് മാച്ച് തന്നെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 മാച്ചസ് ഇവിടെ നടന്നിട്ടില്ല. ഹൈദരാബാദിൻ്റെ മാച്ച് നടന്നിട്ടില്ല, കൊൽക്കത്തയുടെ മാച്ചും ഇവിടെ നടന്നിട്ടില്ല, ഗുജറാത്തുമായിട്ടുള്ള. സോ മഴ കാണില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ടെമ്പറേച്ചർ 42 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതുപോലെ അവിടുത്തെ ബൗണ്ടറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ബൗണ്ടറീസ് തന്നെയാണ്. എന്തായാലും ഹൈ സ്കോറിംഗ് മാച്ച് തന്നെയാകും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മളൊരു ടീം എടുക്കുമ്പോൾ 70% നമ്മൾ ബാറ്റ്സ്മാനെ തന്നെ ഫോക്കസ് ചെയ്യുക. ഒരു 20% ഫാസ്റ്റ് ബൗളേഴ്സിനെ എടുക്കുക. അതുപോലെ തന്നെ 10% മാത്രം സ്പിന്നേഴ്സിനെ എടുക്കുക. സ്പിന്നേഴ്സിനെ എടുക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി സ്പിന്നേഴ്സിനെ എടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. KKR സുനിൽ നരയനെ പോലുള്ള സ്പിന്നേഴ്സ്, നമുക്ക് വരുൺ ചക്രവർത്തി, സുനിൽ നരയൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ SRHലും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയത്തക്ക കുറവാണെങ്കിലും എനിക്ക് റെഡ്ഡിക്ക് ചാൻസ് കൂടുതലാണ് വിക്കറ്റ് കിട്ടാനായിട്ട്. സോ നമുക്കത് അടുത്ത സ്ലൈഡിൽ നോക്കാം. സോ നമ്മുടെ വെന്യൂ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 33 മാച്ചസ് നടന്നിട്ടുണ്ട്. 33 മാച്ചസിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ 14 ടൈംസും അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റ് ചെയ്തവർ 18 ടൈംസുമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ സ്കോറിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബിലോ 158 മാച്ചസാണ് പോയിട്ടുള്ളത്. 150 to 169 8 മാച്ചസ്, 170 to 189 8 മാച്ചസ്, എബോവ് 199 മാച്ചസ്. സോ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയി തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 169 ആണ്. ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നതും അതുപോലെ 233 for 3 ആണ്. എന്നാൽ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 89 for 10 ആണ്. സോ കമ്പാരിറ്റീവ്ലി ഇതൊരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടൊരു പിച്ചായി തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെ കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ചേസ് ചെയ്യുന്നവരാണ് ഇവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ റീസെൻറ്റ് മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് അതിന് മുമ്പുള്ള മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10/5/2024 ലാസ്റ്റ് മാച്ച് നടന്നത്. ആ മാച്ചിൽ ഗുജറാത്തും ചെന്നൈ സൂപ്പർ കിങ്സും കൂടെ ആയിരുന്നു. ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ് സായി സുദർശനും അതുപോലെ തന്നെ ഗില്ലും കൂടെ വളരെ നല്ലൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. അതിലൂടെ അവർക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിക്കുകയും 231 for 3 എന്നൊരു സ്കോർ എടുക്കുകയും ചെയ്തു. എന്നാൽ ചെന്നൈ 196 for 8 ചെന്നൈക്ക് മാച്ച് ലോസായി. പേസേഴ്സിന് 2 വിക്കറ്റ്സ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ, സെക്കൻഡ് ഇന്നിങ്സിൽ 5 വിക്കറ്റ്സാണ് പേസേഴ്സിന് ലഭിച്ചത്. സ്പിന്നേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സിൽ ഒന്നും ലഭിച്ചില്ല. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ 2 വിക്കറ്റാണ് കിട്ടിയത്. 28 for 2024 നടന്ന മാച്ച് നോക്കുകയാണെങ്കിൽ ഗുജറാത്തും RCBയും തമ്മിലുള്ള മാച്ചായിരുന്നു. ഗുജറാത്ത് അതിൽ 200 for 3 എടുത്തപ്പോൾ RCB 206 for 1 എന്നുള്ള നിലയിൽ വിജയിക്കുകയുണ്ടായി. 9 വിക്കറ്റ്സിനാണ് RCB അവിടെ വിജയിച്ചത്. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 1 വിക്കറ്റ് ലഭിച്ചപ്പോൾ സ്പിന്നേഴ്സിന് 2 വിക്കറ്റാണ് ലഭിച്ചത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് വിക്കറ്റൊന്നും ലഭിച്ചില്ല, സ്പിന്നേഴ്സിന് 1 വിക്കറ്റാണ് ലഭിച്ചത്. അടുത്ത ഏപ്രിൽ 17 മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗുജറാത്തും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു മാച്ച്. ഗുജറാത്ത് അതിൽ 89 for 10 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. സോ ഡൽഹി ക്യാപിറ്റൽസ് 92 to 4 എന്നുള്ള നിലയിൽ വിജയിക്കുകയുണ്ടായി. 6 വിക്കറ്റ്സാണ് ഡൽഹി ക്യാപിറ്റൽസ് അവിടെ ജയിച്ചത്. അവിടെ അത്യാവശ്യം വിക്കറ്റുകൾ വീണിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ പേസേഴ്സിന് 6 വിക്കറ്റ് വീണപ്പോൾ
സ്പിന്നേഴ്സിന് 3 വിക്കറ്റാണ് ലഭിച്ചത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ 3 വിക്കറ്റ് പേസേഴ്സിന് ലഭിച്ചപ്പോൾ സ്പിന്നേഴ്സിന് 1 വിക്കറ്റാണ് ലഭിച്ചത്. അതിന് മുമ്പുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചാബും ഗുജറാത്തും തമ്മിലായിരുന്നു. അതിലും പഞ്ചാബ് ആണ് വിജയിച്ചത്. സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിജയിച്ചത്. പഞ്ചാബ് 3 വിക്കറ്റാണ് വിജയിച്ചത്. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 3 വിക്കറ്റും സ്പിന്നേഴ്സിന് 1 വിക്കറ്റും കിട്ടിയപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് 4 വിക്കറ്റും സ്പിന്നേഴ്സിന് 3 വിക്കറ്റും ലഭിക്കുകയുണ്ടായി. സോ നമുക്ക് ടോട്ടൽ ഈ 4 മാച്ചിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് മൊത്തം 24 വിക്കറ്റ് ലഭിച്ചപ്പോൾ സ്പിന്നേഴ്സിന് 13 വിക്കറ്റ്സാണ് കിട്ടിയത്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ 12 വിക്കറ്റ്സ്, സെക്കൻഡ് ഇന്നിങ്സിൽ 12 വിക്കറ്റ്സാണ് പേസേഴ്സിന് ലഭിച്ചത്. അതേസമയം സ്പിന്നേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സിൽ 6 വിക്കറ്റ്സും സെക്കൻഡ് ഇന്നിങ്സിൽ 7 വിക്കറ്റ്സുമാണ് കിട്ടിയത്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സും SRHും 26 മാച്ചസാണ് ടോട്ടൽ കളിച്ചിട്ടുള്ളത്. അതിൽ 17 കൽക്കട്ട വിജയിക്കുകയും 9 മാച്ചസ് സൺറൈസേഴ്സ് വിജയിക്കുകയും ചെയ്തു. സോ ഇതാണ് അവരുടെ ഹെഡ് ടു ഹെഡ് മാച്ചസിൻ്റെ നിലവിലെ ഇതെന്ന് പറയുന്നത്. കൽക്കട്ടയ്ക്ക് ലാസ്റ്റ് 2 കളികളും കളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം മാച്ച് ക്യാൻസൽ ചെയ്തത് കാരണം കളിക്കാൻ സാധിച്ചില്ല. എന്നാൽ SRH ലാസ്റ്റ് കളിയിൽ വളരെ നല്ല രീതിയിൽ വിജയിക്കുകയാണ് ചെയ്തത്. സോ നമ്മുടെ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്ലേയിങ് 11 എന്ന് പറയുന്നത് സുനിൽ നരൈൻ, ഗർബസ്, ശ്രേയസ് അയ്യർ, രഘുവംശി, റിങ്കു സിംഗ്, റുസൽ, റംദീപ് സിംഗ്, വെങ്കടേഷ് അയ്യർ, സ്റ്റാർച്ച്, വരുൺ ചക്രവർത്തി, എച്ച് റാണ എന്നിവരായിരിക്കും. അതിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങാൻ സാധ്യത അറോറ അല്ലെങ്കിൽ എൻ റാണ ഒക്കെയാണ് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങാനുള്ള കൂടുതലായിട്ടുള്ള സാധ്യത. ഇതിൽ ഗർബസിനെ അവർ പുതിയതായിട്ട് പ്ലേയിങ് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പി സോൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഓപ്പണർ തിരികെ പോവുകയും പകരമാണ് ഗർബസിനെ കൊണ്ടുവന്നത്. സോ ഗർബസിനെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഓപ്പണറെ ഇറക്കിയിട്ട് അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു പ്ലേ നടത്തുക. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൽക്കട്ടയ്ക്കുണ്ട്. ബാക്കി എല്ലാ കൊണ്ടും കൽക്കട്ട നല്ലൊരു സ്ട്രോങ് ടീം തന്നെയാണ്. അപ്പോൾ സുനിൽ നരൈനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നമുക്ക് സുനിൽ നരൈനെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ എന്നൊരു ഓപ്ഷനിൽ കൊണ്ടുപോകാം. കാരണം സുനിൽ നരൈൻ ബോത്ത് ബാറ്റിംഗ് ആൻഡ് ബോളിങ്ങിൽ നമുക്ക് പോയിൻറ്റ്സ് ലഭിക്കും നമുക്ക് സുനിൽ നരൈനിൽ നിന്ന്. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ നമുക്ക് സുനിൽ നരൈനെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പോയിൻറ്റ് ലഭിക്കുമെങ്കിലും അത്രത്തോളം പോയിൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഗർബസിൻ്റെ സാധ്യത എത്രത്തോളമാണെന്നറിയില്ല. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത്രയും നാൾ കളിക്കാതിരുന്ന് പുതിയവർ കളിക്കുന്നത് കൊണ്ട് എത്രത്തോളമാണ് 50-50 ചാൻസസ് ആണ്. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് റിസ്ക് എടുക്കാം. വെങ്കടേഷ് അയ്യറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെങ്കടേഷ് അയ്യർ 1 ഡൗൺ ആയിട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. നമുക്ക് വെങ്കടേഷ് അയ്യറിനെ ചൂസ് ചെയ്യാം. ഇല്ല ഡൗൺ ബേസാണ് ഇറങ്ങുന്നതെങ്കിൽ വെങ്കടേഷ് അയ്യർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ശ്രേയസ് അയ്യർ ഇവിടെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ശ്രേയസ് അയ്യർ നല്ലൊരു ആവറേജ് പോയിൻറ്റ് നമുക്ക് ശ്രേയസ് അയ്യറിൽ നിന്ന് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ ഇറങ്ങാനുള്ള സാധ്യത എൻ റാണയാണ്. എൻ റാണ GLലേക്ക് ഉള്ള ടീമിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ സ്മോൾ ലീഗിൽ ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. റിങ്കു സിംഗ് ഇവിടെ സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും റിങ്കു സിംഗ്. പിന്നെ ബാറ്റിംഗ് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ളത്. ആൻഡ്രേ റുസൽ ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ബാറ്റിങ്ങും ബൗളിങ്ങും ഉണ്ട്. പക്ഷേ ഇവിടെ സ്പിന്നേഴ്സിന് അധികം അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ മീഡിയം പേസറാണ്. എന്നിരുന്നാലും നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒരു 50 ആവറേജ് പോയിൻ്റ് ആൻഡ്രേ റുസലിന് നമുക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അതുപോലെ റൺദീപ് സിംഗും ബാറ്റിംഗ് കിട്ടാനേ ചാൻസ് ഇല്ല. സോ റൺദീപ് സിംഗിനെ നമുക്ക് അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. സ്റ്റാർച്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സെക്കൻഡ് ബോളിംഗ് ആണെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് 2 വിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ വിക്കറ്റ് ഒന്നങ്ങാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. വരുൺ ചക്രവർത്തിയും സെയിം തന്നെയാണ്. എന്നാൽ എച്ച് റാണ നമുക്ക് സെക്കൻഡ് ബോളിംഗ് ആണെങ്കിൽ വലിയ ഒരു ട്രംപ് കാർഡ് തന്നെ ആയിരിക്കും. 2+ വിക്കറ്റ്സ് കിട്ടും. വരുൺ ചക്രവർത്തിക്കും 2 വിക്കറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് സെക്കൻഡ് ബോളിംഗ് ആണെങ്കിൽ. അതുപോലെ തന്നെ പിന്നെ വി അറോറ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങുകയാണ് എങ്കിൽ GLൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും വി അറോറ. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലേയിങ് 11 വെച്ച് നോക്കുകയാണ് എങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, നിതീഷ് റെഡ്ഡി, എച്ച് ക്ലാസൻ, അബ്ദുൾ സമദ്, എച്ച് അഹമ്മദ്, വി വിജയസ്കാന്ത്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ഉണാകട്ട്, ടി നടരാജൻ ഇവരൊക്കെ ആയിരിക്കാം
പ്ലേയിങ് 11 എന്ന് പറയുന്നതിൽ. അതിൽ പിന്നെ നമുക്ക് ഉണാക്കണ്ടിന് പകരം പിന്നെ വേറെ ആരെങ്കിലും ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ തവണ ആർ തൃപ്പതിയാണ് പ്ലേയിങ് 11 ഉണ്ടായിരുന്നത്. സോ സൺറൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഇവരുടെ ഓപ്പണിംഗ് ആണ് മെയിൻ. ഓക്കെ, ഇവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണ് എങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് തന്നെയാണ് ഏറ്റവും നമുക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പിച്ചിൽ അഭിഷേക് ശർമ്മയ്ക്ക് അത്ര വലിയ റെക്കോർഡുകളായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അഭിഷേക് ശർമ്മ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ റിസ്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മൾ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനായിട്ട് ഇടാതെ. എന്നാൽ ട്രാവിസ് ഹെഡ് വളരെ ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണ് എങ്കിൽ. സെക്കൻഡ് ബാറ്റിലാണെങ്കിൽ ഉൾപ്പെടുത്താം, കാരണം എല്ലാവരും ടീമിൽ ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക. എന്നാൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനിൽ നിന്ന് മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെയാണ് വൺ ഡൗണിൽ നമ്മൾ ക്ലാസൻ ഇറങ്ങുകയാണ് എങ്കിൽ ദർ വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ആൻഡ് ഹി വിൽ ബി എ ഗുഡ് ക്യാപ്റ്റൻ ആസ് വൈസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ക്ലാസൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ വന്നാലും നല്ലൊരു ഓപ്ഷനാണ് ക്ലാസൻ. റെഡ്ഡിയുടെ കാര്യം പറയുകയാണ്, റെഡ്ഡി ഓൾറൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ റെഡ്ഡിയെ നമുക്ക് ടീമിൽ ഉൾപ്പെടുത്തുന്നത് ബെറ്റർ തന്നെയാണ്. സമതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പോയിൻറ്റ് 30 to 40 പോയിൻറ്റ്സ് ഒക്കെ മാക്സിമം 35 പോയിൻറ്റ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് വലിയ ഓപ്ഷനായിട്ട് നമുക്ക് സമതിനെ കാണാൻ സാധിക്കത്തില്ല. അഹമ്മദിൻ്റെ ആണെങ്കിൽ ഒരു ഓൾറൗണ്ടറാണ്. പക്ഷേ ഇവിടെ സ്പിന്നിൽ തീരെ അനുകൂലമല്ലാത്തത് പിച്ചായത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാവുന്നതാണ്. വിജയസ്കാന്തിൻ്റെത് പറയുകയാണെങ്കിൽ ഇവിടെ വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ പ്ലേയിങ് 11 ഉൾപ്പെട്ടില്ല എന്ന് തന്നെ വരാം. പാറ്റ് കുമിൻസ് ഇവിടെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബിക്കോസ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പോയിൻ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ സെക്കൻഡ് ബൗളിങ്ങിലാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഭുവനേശ്വർ കുമാർ. ഫസ്റ്റ് ബൗളിങ്ങിൽ അത്രത്തോളം ആകുന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ പൊതുവേ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബൗളർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചല്ല, ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ച് തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടീം ബിൽഡ് ചെയ്യാൻ നോക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നമ്മളെ സ്ഥാനം എത്രത്തോളം നിൽക്കും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഉണാക്കട്ട് ഇവിടെ നല്ലൊരു ഓപ്ഷനാണ് അത്യാവശ്യം. എന്നാലും ഇവിടുത്തെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണാക്കട്ടിന് വിക്കറ്റൊന്നും ലഭിച്ചിട്ടില്ല. നല്ല പ്ലെയറാണ്, പക്ഷേ ഇവിടെ ഈ ഒരു വെന്യൂവിൽ വിക്കറ്റ്ലെസ് ആണ് ഉണാക്കട്ട്. ടി നടരാജൻ വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. എന്നാൽ 2+ വിക്കറ്റ് എന്തായാലും നടരാജൻ ലഭിക്കുക. നടരാജൻ ഡെത്ത് ഓവർ പ്ലെയർ കൂടെ ആയതുകൊണ്ട് നടരാജൻ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ മാർക്കണ്ഡേ വലിയൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ജെയ്സൺ വലിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ. പിന്നെ തൃപ്പതി ബാറ്റ് ചെയ്യുമെങ്കിൽ ഒരു ആവറേജ് പോയിൻ്റ് നമുക്ക് കിട്ടും എന്നുള്ളതല്ല, തൃപ്പതിയിൽ ഓവറായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. സോ ഇതാണ് ഇതിൻ്റെ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ആയിരിക്കും ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യരെ കൂടുതൽ ഔട്ടാക്കിയിട്ടുള്ള ഭുവനേശ്വർ കുമാറും വാഷിങ്ടൺ സുന്ദറുമാണ്. ശ്രേയസ് അയ്യർ ഭുവനേശ്വർ കുമാർ 3 പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്. റുസലിനെ നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ. സോ ഭുവനേശ്വർ കുമാർ ഇവിടെ ഒരു ട്രംപ് കാർഡ് തന്നെ ആയിരിക്കും. റാണെ നടരാജനാണ് ഔട്ടാക്കിയിട്ടുള്ളത് കൂടുതൽ. വെങ്കടേഷ് അയ്യറിനെ മാർക്കോ ജെൻസനാണ് ഔട്ടാക്കിയിട്ടുള്ളത്. സോ ഇവരൊക്കെ ഒരു ട്രംപ് കാർഡ് തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിഫയർ 1 മാച്ചാണ്. ക്വാളിഫയർ 1 മാച്ചിൽ ജയിക്കുന്നവർ നോർമലി ഫൈനലിലേക്ക് പോവുകയും എന്നാൽ ഇതിൽ നിന്ന് തോക്കുന്നവർ ക്വാളിഫയർ 2 ഡയറക്റ്റ് പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നാളത്തെ മാച്ച് എന്ന് പറയുന്നത് RRഉം RCB ആണ്. എലിമിനേറ്റർ മാച്ചാണ്. അതിൽ നിന്ന് തോക്കുന്നവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്താകും. എന്നാൽ ജയിക്കുന്നവർ ക്വാളിഫയർ 2 പോവുകയാണ് ചെയ്യുന്നത്. ക്വാളിഫയർ 2 ജയിക്കുന്നവരാണ് ഫൈനലിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെയും നാളത്തെയും മാച്ച് നടക്കുന്നത് അഹമ്മദാബാദിലും അതുപോലെ തന്നെ സെമി ഫൈനലും ഫൈനലും നടക്കുന്നത് ചെന്നൈയിലുമാണ്. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഗിവ് എ ലൈക്ക്. അതുപോലെ സ്റ്റേ ട്യൂൺ വിത്ത് us for more updates. Thank you.